അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ കേൾക്കുന്നുണ്ടോ? സഹോദരന്മാരെ കേൾക്കുന്നുണ്ടോ? യെസ്, അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരൻ, ഖുതുബിയ്യത്ത് ബൈത്തുമായി ബന്ധപ്പെട്ട് ജിന്നിന്റെ വിഷയവുമായി ഇവിടെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട്. വളരെ കൃത്യമായി ഉസ്താദ് സുഹൈൽ അത് വിശദീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആ ഭാഗം വ്യക്തമായി തെളിയിക്കാൻ അദ്ദേഹത്തിന്റെ ആ കിതാബും തെളിവുകളും വരികളും കൃത്യമാക്കേണ്ടതുണ്ട് എന്നത് ബോധ്യപ്പെട്ടു. നമുക്കത് കൃത്യമായി മനസ്സിലായി. എന്നാൽ ഖുതുബിയ്യത്ത് ആമുഖത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മഹുള്ളയുടെ വരികളായി എടുത്തു കൊടുത്തിട്ടുള്ളത് ഇന്ന ബുത്തഗത്ത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫഅസ്റഉ ഷൈഇൻ ഗാറത്തല്ലാഹി യാ ഗാറത്തല്ലാഹി ഹുസ്സി സൈറ മുസ്ഇഅതൻ ഫി ഹല്ലി ഉഖ്ദതിനാ യാ ഗാറത്തല്ലാഹി. അല്ലാഹുവിന്റെ സഹായമാണ്. കുടുംബങ്ങളുടെ സഹായം വൈകിയാലും അത് അകലുകയാണെങ്കിലും ഏറ്റവും അടുത്ത സഹായം അല്ലാഹുവിന്റെ സഹായമാണ്. അതുകൊണ്ട് യാ ഗാറത്തല്ലാഹി ഹുസ്സി സൈറ മുസ്ഇഅതൻ ഫി ഹല്ലി ഉഖ്ദതിനാ യാ ഗാറത്തല്ലാഹി. അല്ലാഹുവിന്റെ സഹായമേ അതിശീഘ്രം എന്റെ ഈ വിഷമസന്ധി പരിഹരിക്കാൻ ദ്രുതഗതിയിൽ വരൂ എന്ന് ഷെയ്ഖ് ജീലാനി പറയാൻ പഠിപ്പിച്ച, ദുആ ചെയ്യാൻ പഠിപ്പിച്ചത് ഖുർആൻ പറഞ്ഞതുപോലെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതുപോലെ മുൻഗാമികൾ അംബിയാക്കൾ മുർസലീങ്ങൾ സ്വാലിഹീങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതുപോലെ അള്ളാഹുവിനെ വിളിക്കാനാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബി എന്റെ രക്ഷിതാവേ, സുബ്ഹാനക് പരിശുദ്ധനായ നാഥ എന്നല്ലാതെ ജിന്നിനോടോ മലക്കിനോടോ മുഹ്യിൻ ഷേഖിനോടോ ബദരീങ്ങളോടോ മുനമ്പത്ത് ബീവിയോടോ അമീർ ഹോജയോടോ ഇങ്ങനെയുള്ള ആരോടും തേടാനല്ല, അള്ളാഹുവോട് തേടാനാണ് ഷെയ്ഖ് ജീലാനിയുടെ വരിയായി ആ ഖുതുബിയ്യത്തിന്റെ ആമുഖത്തിൽ പറഞ്ഞതെങ്കിൽ പിന്നെ കായൽ പണത്തുകാരനായ ശംസുലമയുടെ ഭാഷയിൽ പറഞ്ഞാൽ കുതിരപ്പട്ടയായ സദഖത്തുല്ലാഹിൽ കാഹിൽ എഴുതിയുണ്ടാക്കിയ വരി യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരണം. ഹാജറായതും ഹാജറാവാത്തതും ഏതാണ് ആ ജിന്ന് എന്നതൊക്കെ നിങ്ങൾ എടുത്തുകൊണ്ടിരണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിനുള്ള മറുപടി കൃത്യമായി കിട്ടും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. ഒരു സഹോദരന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം മൈക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് മൈക്ക് കിട്ടുന്നില്ല. അദ്ദേഹം നാട്ടിലാണ്, നെറ്റ് വളരെ സ്ലോ ആണ്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം ലോകത്ത് വന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സന്ദർശിച്ചിട്ട് നബിയോട് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം സഹീഹുൽ ബുഖാരിയിലുണ്ട് എന്ന് സുന്നികൾ പറയുന്നു. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട്. ഇതൊന്ന് മറുപടി കിട്ടിയാൽ പറയായിരുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ലോകത്ത് നൂഹ് നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി അലൈഹിസ്സലാം വരെ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് എന്ത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത്. ആ ഈസാ നബി അലൈഹിസ്സലാം മറ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തേടും. ലോകത്ത് നൂഹ് നബി അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ പറഞ്ഞ ഒരൊറ്റ കാര്യമാണ് ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക അഹദ. അഥവാ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല. ആ ഈസാ നബി അലൈഹി ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുമോ എന്ന് തിരിച്ചു ചോദിക്കാൻ മതി. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹീഹ് ബുഖാരിയിൽ അങ്ങനെ ഒരൊറ്റ സംഭവമില്ല. സഹീഹ് ബുഖാരിയിലല്ല, ഒരൊറ്റ ഗ്രന്ഥങ്ങളിൽ അങ്ങനെ സംഭവമില്ല. പിന്നെ അവർ ഉദ്ദേശിച്ച എന്താ ഉണ്ടായിരിക്കുന്ന ലൈൻ കാമല ഖബരി ഫഖാലം യാ മുഹമ്മദ് ലൗജീബന്നഹു എന്നുള്ള ആ റിപ്പോർട്ട് ആയിരിക്കും സമസ്തക്കാരായ അഹ്സനിമാർ കൊണ്ടുവന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ എവിടെയും എന്തില്ല? ആ റിപ്പോർട്ടിൽ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ നബി സല്ലല്ലാഹു സഹായം തേടുന്നു എന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്താ നബി സലാം പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ സലാം മടക്കും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വളരെ വ്യക്തമായി തന്നെയുണ്ട്. ഉദാഹരണത്തിന് ഇമാം ഹാക്കിം അദ്ദേഹത്തെ മുസ്തദറക്കിൽ ഇതേ സംഭവം ഉദ്ദേശിച്ചതിന് ശേഷം പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാം സലാം പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം മടക്കും
എന്നുള്ള വളരെ വ്യക്തമായി തന്നെ റിപ്പോർട്ടിലുണ്ട്. അതായിരിക്കും അത് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചില്ല. അതല്ലാതെ സഹായത്തേട്ടമായിട്ട് യാതൊരു നിലക്കും എവിടെയും തെളിവില്ല. രണ്ടാമത് മനസ്സിലാക്കാൻ യാ മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് അഭിസംബോധന ചെയ്യാൻ പാടില്ല. നമ്മൾ പരസ്പരം യാ സുഹൈൽ യാ ബഷീർ എന്ന് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന് ഒരിക്കലും വിളിക്കാൻ പാടില്ല. വളരെ വ്യക്തമായി തന്നെ ഖുർആൻ അത് വിരോധിച്ച കാര്യമാണ്. ആ കാര്യം ഒരിക്കലും നമ്മൾക്ക് ബാധകവുമല്ല എന്നുള്ളത് സഹോദരൻ മനസ്സിലാക്കുക. ഇവിടെ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഭിസംബോധന ഒരിക്കലും യാ മുഹമ്മദ് എന്ന് മുസ്ലിമുകൾ ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെയാണ്. അതുകൊണ്ട് സഹോദരൻ പറയാനുള്ളത് ഇവിടെ ഒരിക്കലും യാതൊരു തെളിവും അവർക്കില്ല. ഉള്ള തെളിവ് അവർ ഉദ്ദേശിച്ചത് യാ മുഹമ്മദ് ലൂജീബന്നഹു എന്ന റിപ്പോർട്ടാണ്. അതുപോലെ വ്യക്തമായി തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ അവിടെ സലാം ഈസാ നബി അലൈഹി സ്വലാം പറയും. ആ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മടക്കുമെന്നുള്ള കാര്യമാണ്. അത് ഇസ്തിവാസികമായിട്ട് കാര്യകാലപത്തിന് അതീതമായിട്ട് എന്തെങ്കിലും ആവശ്യം പൂർത്തീകരിക്കാനുള്ള ഒരു കാര്യമായിട്ട് എവിടെയും ആർക്കും അത് തെളിയിക്കാൻ കഴിയില്ല എന്നത് പറയാനുള്ള മൈക്കിൽ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ആരും എടുക്കാഞ്ഞപ്പോ മൈക്ക് എടുത്താ കേട്ടോ. സഹോദരൻ ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ യാ ഇബാദുള്ള ഈനൂനി എന്ന ദുർബലമായ ഹദീസ് ന്യായീകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തെളിവിന് വേണ്ടി സുലൈമാൻ ബിയുടെ മോജിസാത്തും അതുപോലെ തന്നെ ആദാ ബീവിയുടെ ആ പ്രത്യേക സംഭവം ശബ്ദം കേട്ട് ദിക്കിലേക്ക് സഹായം ചോദിച്ചതും അത് ആ രണ്ട് കാര്യങ്ങളും ഇതിന് എന്ന് തെളിയിക്കാനായിട്ട് നമുക്ക് ഉദ്ദേശിക്കാൻ പാടുണ്ടോ? മുമ്പ് അനസ് മുസ്ലിയാർ 2012 കോക്കത്തോബിന് മുമ്പും കാക്കത്തോബക്ക് മുമ്പ് ഇത് ഉദ്ധരിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉദ്ധരിക്കാൻ പാടുണ്ടോ? നമുക്ക് ആരോടെങ്കിലും തെളിവ് പറഞ്ഞു കൊടുക്കാൻ അത് ഉതകുവോ എന്നുള്ള ചോദ്യമാണ്. അസ്സലാമു അലൈക്കും. അടിസ്ഥാനപരമായിട്ട് ഒരു സൃഷ്ടിയോട് ചോദിക്കൽ തഹ്രീമാണ്. വളരെ വ്യക്തമായി തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ മജ്മുൽ ഫതാഹ് പറയുന്നുണ്ട്. സുആൽ ഹൽഖി അസ്ൽ എന്താണ്? ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു സൃഷ്ടിയോട് ചോദിക്കുക എന്നുള്ള കാര്യം അത് തഹ്രീമാണ്. എന്നാൽ ചില അവസ്ഥകളിൽ എന്ത് ചെയ്യാൻ നമുക്ക് ചോദിക്കാം. ഇവിടെ ഒരിക്കലും അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിന്നുകളോടോ മലക്കുകളോടോ എവിടെയും കയറാനോ അല്ലെങ്കിൽ അവരുടെ അഭൗതികമായ കാര്യങ്ങളിൽ ചോദിക്കാനോ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആസില് ഹറാമായ ആസിൽ എന്തായിരിക്കും? അത് അപ്പോൾ തന്നെ നിലനിൽക്കും. യാ ഇബാദുല്ലാഹി സൂനി എന്നുള്ള ഹദീസ് അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാമോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അത് വളരെ വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ അതിന്റെ ദോഫുകളും അതുപോലെ ന്യൂനതകളും ഒക്കെ വളരെ വ്യക്തമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വ്യക്തമായ നിലക്ക് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നും ഒരിക്കലും പറയാൻ പാടില്ല, അതങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതുള്ളത് ഒഴിവാക്കണം. രണ്ടാമത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ആ സൂറത്തുൽ നംൽ ആ പറഞ്ഞ കാര്യം തന്നെയാണെങ്കിൽ അത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു താല പ്രത്യേകമായിട്ട് എന്ത് ചെയ്താണ്? അള്ളാഹു താല ജിന്നുകൾ മാത്രമല്ല മറ്റുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ അള്ളാഹു താല, കാറ്റ് പോലും അള്ളാഹു താല അവർക്ക് അധീനപ്പെടുത്തിയ കാര്യമാണ്. അങ്ങനെ അധീനപ്പെടുത്തിയ ഒരു കാര്യം സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവരോട് ഇസ്തിഗാസല്ല, മറിച്ച് അവരോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ കൽപ്പന ഒരിക്കലും ഇസ്തിഗാസയായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ ഹാജി നബി അലൈഹി ഇസ്ലാത്തിന്റെ സംഭവമാണ്. ഹാജി നബി അലൈഹി ഇസ്ലാത്തിന്റെ സംഭവം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ അഥവാ തൽഖീഹ് ഇസ്തിഗാസ എന്ന കിതാബിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഈ ഒരു കാര്യം നമുക്ക് ശറയിൽ അനുവദിക്കപ്പെട്ടതല്ല. കാരണം ഹാജി നബി അലൈഹി ഇസ്ലാം എന്തൊരിക്കലും പ്രവാചകനല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അത് ആ രീതിയിൽ എന്ന രീതിയിലുള്ള വാക്കുകൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എന്ന് ഏകദേശം 600-700 കൊല്ലങ്ങൾ മുമ്പ് തന്നെ പണ്ഡിതന്മാർ ആ ഹദീസിനെ പറ്റി ചർച്ച ചെയ്ത് അതിൽ കൊണ്ട് ഒരിക്കലും അത് ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അനസ് മൗലവി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആ പറഞ്ഞ മറുപടി ആര് പറഞ്ഞു എന്നുള്ളത് ചോദിക്കുക. അദ്ദേഹത്തിന്റെ സ്വന്തം വകയാണെങ്കിൽ ആ സ്വന്തം വക വെട്ടാം. പണ്ഡിതന്മാർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എങ്ങനെയാണോ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയത് ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കുക. അതല്ലാതെ നമ്മളെ ഹവയിൽ വന്ന കാര്യങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്. മൈക്കിളിസിന് സ്വാഗതം.
അസ്സലാമു അലൈക്കും. അതായത് ഞാൻ ചോദിച്ചത് ചോദിക്കാൻ പാടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെ. പക്ഷെ അതായത് ഈ ഹദീസിൽ ശിർക്കില്ല, ഇതിൽ പ്രാർത്ഥന വരുന്നില്ല, അപ്പൊ ആ ചോദ്യം ശിർക്കാവില്ല എന്നുള്ളത് നമ്മൾ മറ്റുള്ള ആളുകളോട് വിവരിക്കാൻ വേണ്ടിയിട്ട് ഈ ഉദാഹരണം നമ്മൾ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചത്. അസ്സലാമു അലൈക്കും. നമുക്ക് അതിന്റെ ഒന്നും മനസ്സിലാക്കുന്നത് ഷിർക്കാന്ന് എന്തൊക്കെയാണ് ഷിർക്ക് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പഠിക്കാം. അള്ളാഹുവിൽ പങ്കു ചേർക്കാൻ, അള്ളാഹുവിന് കൊടുക്കേണ്ട കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഉലൂഹിയത്ത് അഥവാ അള്ളാഹുവിന്റെ സൃഷ്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ, റുബൂബിയത്ത്, അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങൾ എന്താണ്, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്ത്, ഇതിൽ അള്ളാഹു താല ഏകത്വമാക്കുക എന്നുള്ളതാണ് തൗഹീദ്. ഇതിൽ ഏതെങ്കിലും അള്ളാഹുവിൽ കണ്ട് പങ്കു ചേർത്ത് കഴിഞ്ഞാൽ അത് ഷിർക്കാണ്. ഓക്കെ, ഇനി എന്താണ് ഇബാദത്ത്? വളരെ വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് ആയത്തുൽ ഖുദൂ എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഇബാദത്തുൻ അനിൽ ഇഅ്തിഖാദി വശുഊരി, അഥവാ ഒരു വിശ്വാസത്തിന്റെയും അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിൽ എന്താണ് ആ വിശ്വാസം? ബിഅന്നലിൽ മഅബൂദ് സുൽത്തത്തുൻ ഗൈരിയത്തുൻ ഫിൽ ഇൽമി, അഥവാ ഈ തേടപ്പെടുന്ന ശക്തി, അഥവാ ജിന്നാകട്ടെ മറ്റാകട്ടെ അള്ളാഹു അല്ലാത്തവരായ ഏതുമാകട്ടെ, അവർക്ക് അള്ളാഹുവിന്റെ അതൊക്കെ അദൃശ്യമായ കാര്യങ്ങളിൽ അവരതിന് നിയന്ത്രണമുണ്ട്. ഉദാഹരണത്തിന് എനിക്ക് എപ്പോൾ വിളിച്ചാലും എവിടെ നിന്നാലും എനിക്ക് പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയും, കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, അതനുസരിച്ച് ഉത്തരം നൽകാൻ കഴിയും എന്നുള്ള വിശ്വാസം. പിന്നെ അഥവാ കാര്യകാലബന്ധത്തിന് അതീതമായിട്ട് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസം. അഥവാ കാര്യകാല ബന്ധങ്ങൾ അതീതമായിട്ട് അള്ളാഹു താല ഓരോ സംഘങ്ങൾക്കും കാര്യകാല ബന്ധങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ കാര്യകാല ബന്ധങ്ങൾ അതീതമായിട്ട് ഒരു ശക്തിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയും എന്നുള്ള വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇബാദത്താവുന്നത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഫകുല്ലു ദുആഇൻ, അഥവാ എല്ലാ പ്രാർത്ഥനയും, ഫകുല്ലു സനാഇൻ എല്ലാ പുകഴ്ത്തലും, ഫകുല്ലു തഅലീമിൻ എല്ലാ ആദരവും, യൻശഉ മിൻ ഹാദിൽ ഇഅ്തിഖാദി ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന എല്ലാ കാര്യവും ഫഹുവ ഇബാദ. അപ്പൊ വിളിച്ചാൽ ശരി, വിളിച്ചില്ലെങ്കിൽ ശരി, നിങ്ങൾ വിശ്വസിക്കുന്നു വലിയ നിലത്തിൽ നിന്നെ വിളിപ്പോ വായ്പുളത്തിന് ചെയ്യും ഞാൻ എന്നോവർ എന്നൊരു ശക്തിക്ക് വിശ്വാസമുണ്ടെങ്കിൽ തന്നെ അത് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാണ്? അത് ശിർക്കാണ്. നിങ്ങൾ ആ വിശ്വാസത്തിലൂടെ എന്താ പറയാ ഒരു മൊയ്തീന്മാർ ചെല്ലുകയാണ്, ഷിർക്കാണ്. നിങ്ങൾ ആ വിശ്വാസത്തോടുകൂടി വേറെ എന്തെങ്കിലും ചെയ്യാണ്, അപ്പോൾ അത് ഷിർക്കാണ്. അപ്പൊ ഈ വിശ്വാസം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന വിശ്വാസം, അതുപോലെ തന്നെ അള്ളാഹുവിന് കൊടുക്കേണ്ട കണക്കുള്ള പടപ്പുകൾ കൊടുക്കുക എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഷിർക്കാവുന്നത്. രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കാര്യം യാ ഇബാദുല്ലാഹ് ഐസൂനി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യത്തിൽ ഒരിക്കലും കാര്യകാലബന്ധത്തിന് അതീതമായിട്ടുള്ള ഒരു വേട്ടം അതിലില്ലാത്തത് കൊണ്ട് എന്തല്ല അത് ഷിർക്കാവുന്നില്ല. പക്ഷെ ഷിർക്കാവുന്നില്ല എന്നതുകൊണ്ട് അത് ഒരിക്കലും ചെയ്യാമോ? ഒരിക്കലും ചെയ്യാറില്ല. ഇവിടെ ചിലർ തെറ്റിദ്ധരിക്കണം, ഷിർക്കായില്ല എന്ന് പറഞ്ഞെങ്കിൽ അത് അനുവദനീയമാണ്, അല്ലെങ്കിൽ അത് ഹലാലാണ്, അല്ലെങ്കിൽ അത് ചെയ്യാം എന്നൊക്കെ രീതിയിൽ പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് മനഃപൂർവ്വമാണ്. ആ മനഃപൂർവ്വമുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ നമ്മൾ കരുതിയിരിക്കുക. കാരണം നമ്മൾക്ക് വളരെ വ്യക്തമായി തന്നെ നമ്മളെ പണ്ഡിതന്മാരൊക്കെ ഈ ജിന്നുകളും അതുപോലെ തന്നെ അദൃശ്യങ്ങൾ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിലേക്ക് കുഫിലേക്കും അതുപോലെ തന്നെ ഷിർക്കിലേക്കും എത്തിക്കും എന്നുള്ള ബോധം വളരെ വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ആ രീതിയിലുള്ള തേട്ടങ്ങൾ അവരോട് തേടാൻ പാടില്ല എന്നാണ് മനസ്സിലാക്കുന്നതും. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇപ്പോ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കും തൗഹീദിന് വിരുദ്ധമാണ് എന്ന് കെജയുടെ ഫത്വയിൽ ഒപ്പിടാൻ എന്താണ് പ്രയാസം എന്നുള്ളതാണ്. ഒരു പ്രയാസമില്ല. മൊയ്ശയ്ക്ക് രക്ഷിക്കണേ എന്ന് പറയുന്ന പോലെ അള്ളാഹു അല്ലാത്ത ഏതൊരു സൃഷ്ടിയോടും കാര്യകാലപത്തിന് അതീതമായിട്ട് സഹായിക്കും എന്ന് വിശ്വാസമാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒപ്പാം. എന്റെ ഒപ്പ് വേണോ? ഒപ്പ് നിങ്ങൾക്ക് ഒപ്പ് വേണോ? ഇൻഷാ അല്ലാഹ് ഇപ്പൊ തന്നെ ഞങ്ങൾ ഒപ്പിട്ടുതരാം. അള്ളാഹു അല്ലാത്തവർ ഏത് സൃഷ്ടിക്കും, അത് ജിന്നാകട്ടെ, ജിന്നാവാതിരിക്കട്ടെ, മലക്കാകട്ടെ, കല്ലാവട്ടെ, എല്ലാവരാകട്ടെ, അവർക്ക് അവരോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണെന്നുള്ള ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എല്ലാവരും ഒപ്പിട്ടിട്ട് തരാം. ജിഡു മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യാതൊരു നിലക്കും ജിന്നായിട്ട് ഞങ്ങളെ കെട്ടിത്തൂക്കാൻ ചിലരെ ഉദ്ദേശിക്കാറുണ്ട്. പക്ഷെ ആ ജിന്നും ആ ഇബ്ലീസും ഒക്കെ
സുലൈമാൻ സക്കാഫിയുടെയും അതുപോലെ തന്നെ അലവി സക്കാഫിയുടെയും പേര് സക്കാഫിയുടെ ഒക്കെ വീട്ടിൽ വെച്ച് കൊടുത്താൽ മതി. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ജിന്ന് അതിന്റെ യഥാർത്ഥ സ്ഥലങ്ങളിലേക്ക് വിടും ഇൻഷാ അല്ലാഹ്. ചിലരൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഓടി വന്നിട്ടുണ്ടാവും. അവിടെ ഈ ഒരു മുമ്പിൽ അധിക കാലം നിൽക്കാൻ ആ ജിന്ന് കഴിയില്ല എന്ന് മാത്രമാണ് അതിനെപ്പറ്റി പറയാനുള്ളൂ. അതുകൊണ്ട് പറയാനുള്ളത് എന്താണ്, ഇവ ജിന്നാകട്ടെ അള്ളാഹു അല്ലാത്തവ ഏത് സൃഷ്ടിക്കും അവർക്ക് കാര്യകാരണമതിന് അതീതമായിട്ട് ഉപകാരം ചെയ്യാനോ ഉപദ്രവം ചെയ്യാനോ എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ തേടാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ശിർക്കാണ്. അത് ഇപ്പോൾ തന്നെ ഞങ്ങൾ ഒപ്പിട്ട് തരാം എന്നതാണ് സഹോദരൻ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് എപ്പോഴാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് മാത്രം ചോദിച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ചോദ്യം, ഒരു ദുർബല ഹദീസ് താങ്ങി നടക്കുന്നതിന് വേണ്ടി ഒരു പ്രസ്ഥാനത്തെ പിളർത്തുന്നതിലേക്ക് എത്തിക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. ശരിയാണ് സഹോദരൻ, വളരെയധികം സന്തോഷം. ശരി, ആ ചോദ്യം വളരെയധികം ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പുറത്തുമുഖാരും ഒരു റുമുഖം എന്ന രീതിയിൽ ഒരു ഇത് ചോദിച്ചിട്ടുണ്ട്. അവരോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത് അല്ലെ, അവരോടാണ് ഈ ചോദ്യം ചോദിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരൻ പറയാനുള്ളത്, ഈ ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ കുറെ ആളുകളൊക്കെ ചട്ടം കിട്ടിയിട്ട് ഇരിക്കേണ്ട അവരോട് ചോദ്യം. ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു നിലക്കും എന്തില്ല, ആ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ എന്താ പറയാ ഫിർഖത്ത് ഉണ്ടാക്കണം എന്നുള്ള ഒരു ലക്ഷ്യമില്ല. മറിച്ച് ഞങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും യോജിച്ചു പോകണം. അഥവാ എങ്ങനെയാണ് അഹ്ലുസുന്നah വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ഹദീസിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയത്, അതേ രീതിയിൽ തന്നെ ഒരിക്കലും അത് പ്രവർത്തിക്കാതെ, ഒരിക്കലും അതിനെ ഏറ്റെടുക്കാതെ, മറിച്ച് എല്ലാ സമയത്തും അല്ലാഹുവിനോട് മാത്രമാണ് തേടേണ്ടത് എന്ന ലക്ഷ്യത്തോടെ എന്ത് ചെയ്യണം, ഞങ്ങൾ മുന്നോട്ട് പോകും. ആ ദുർബലമായ ഹദീസിൽ അത് സമസ്തക്കാർക്ക് യാതൊരു നിലക്കും തെളിവില്ല. അവർക്ക് മരിച്ചവരോട് തേടാനോ അല്ലെങ്കിൽ അദൃശ്യമായ ഏതെങ്കിലും സൃഷ്ടികളോട് അഥവാ ആ കാര്യകാലത്തിന് അതീതമായിട്ടുള്ള തേട്ടം അതിൽ ഇല്ല എന്നുള്ളത് തുറന്നു പറയുകയും അതുപോലെ തന്നെ ആ ഹദീസ് വളരെ വ്യക്തമായി തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് ഇസ്തിഗാസ എന്നുള്ള ആ വിഷയത്തിൽ അവരുടെ ആശയപാപരത്വം തുറന്നു കാട്ടുക തന്നെ ചെയ്യും. അത് ഇൻഷാ അല്ലാഹ് ഇനിയും ആ നമ്മളെ പണ്ഡിതന്മാർ അവരുടെ പണ്ഡിതന്മാരെ മുട്ടുകുത്തുക തന്നെ ചെയ്യും. ദക്കീർ സലാഹി നമ്മുടെ പണ്ഡിതൻ ദക്കീർ സലാഹി മണ്ണാർക്കാട് പറഞ്ഞ ആ മറുപടി, അവരെ അലവി സഖാഫിയും സുലൈമാൻ സഖാഫിയും മുട്ടുകുത്തിച്ച ആ മറുപടി, അത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും. പിളർത്താൻ ചിലർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആദരമുള്ള മുജാഹിദുകൾ ഒരിക്കലും അതിന് കൂട്ടുനിൽക്കുകയില്ല എന്നാണ് പറയാനുള്ളത്. ഈ ചോദ്യം മറ്റൊരു റൂമിൽ ചോദിക്കുക ഇൻഷാ അല്ലാഹ്. എന്താണ് അവർക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അവർ വരട്ടെ. മൈക്ക് യൂസ് ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരൻ ജിതു 10 ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണോ? ഈ യാ ഇബാദല്ലാ എന്ന് പറയുന്ന ദുർബല ഹദീസും മടവൂരികളുടെ ജിന്നുബാധയും ഒന്നും മുജാഹിദുകൾക്ക് പുതിയതല്ലല്ലോ. ആണോ? പുതിയതാണോ? അല്ല. കഴിഞ്ഞ 10 വർഷമായി ഈ ജിന്നും ബാധിച്ചുകൊണ്ട് ഈ ജിന്നിന്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ വേണ്ടി കുതന്ത്രങ്ങളുമായി നടക്കുകയായിരുന്നു മടവൂരികൾ. സെപ്റ്റംബറിൽ 2002 സെപ്റ്റംബർ മാസം, അതായത് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് 2002 സെപ്റ്റംബർ മാസം മടവൂരികൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഡ്യൂപ്ലിക്കറ്റ് ജമിയത്തുലമയിൻ KJU CP ഉമർ സുല്ലമിയുടെ അധ്യക്ഷതയിൽ ചേർന്നുകൊണ്ട് അന്ന് തുടങ്ങിയിരിക്കുന്ന ഈ ജിന്നുബാധ, അന്ന് അവർ പ്രമേയം പാസാക്കിയത് ഈ ജിന്നാണ്. ഈ ദുർബലമായ ഹദീസും ഈ ജിന്നുബാധയുമായി നടക്കുകയാണ്. അതിനുശേഷം ഇന്നും ഇപ്പോഴും അവരത് നടത്തിക്കൊണ്ടിരിക്കുന്നു. മുജാഹിദുകളായിട്ടുള്ള ആളുകൾ അവരെ കൃത്യമായി പ്രമാണബദ്ധിതമായി പിടിച്ചുകെട്ടി. സമസ്തക്കാരായിട്ടുള്ള ആളുകൾ മണ്ണാർക്കാട് വെച്ച് 2004 ഈ ആയിബാദല്ല ചോദിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ മറുപടി നൽകി. സമസ്തക്കാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും കൃത്യമായി മറുപടി കൊടുക്കുവാൻ ആദർശമായി ആശയമുള്ള ആളുകളാണ് മുജാഹിദുകൾ.
അതെ, ഇപ്പോഴും ആ ആദർശപരമായ ആശയം ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പല സഹോദരങ്ങളും മടവൂരികളുടെ കുതന്ത്രങ്ങളിൽ പെട്ടുകൊണ്ട് ഇതാ സക്കറിയ സലായി ഇനിയോട് തേടാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ ആദ്യം പറഞ്ഞു, പിന്നീട് ഇതാക്ക് മാറ്റി പറയേണ്ടി വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുർബലമായ ഹദീസിന്റെ പിന്നാലെ നടക്കുന്നത് ഞങ്ങളല്ല, മറിച്ച് അബ്ദുറഹ്മാൻ സലഫിയും അയാളുടെ മുക്കൂട്ട് മുന്നണിയുമാണ്. അവിടെ പോയി ചോദിക്കുക. നമ്മുടെ ബഹുമാന്യനായ ഉസ്താദ് എപ്പോലുള്ള 10,000-കണക്കിന് സഹോദരങ്ങൾക്ക് ഈ തൗഹീദിന്റെ വെള്ളിവെളിച്ചം എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ച, അതിന് വഴി കാണിച്ചു തന്ന ബഹുമാന്യനായ ഹുസൈൻ സലഫി 10,000-കണക്കിന് ശിർക്കും കുഫറുമായി നടന്നിരുന്ന സമസ്തക്കാരായിട്ടുള്ള ആളുകൾക്ക് തൗഹീദിന്റെ വെള്ളിവെളിച്ചം ഇന്നതാണ്, ഇതാ സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് തൗഹീദിന് വേണ്ടി ഒരുപാട് മുജാഹിദ് വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ള ഹുസൈൻ സലഫി അദ്ദേഹം നമ്മുടെ സമ്മേളന നഗരിൽ വെച്ചുകൊണ്ട് ഈ ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ, ഈ ദുർബലമായ ഹദീസിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും തന്നെ ഫിർഖത്തുണ്ടാകരുത്, നമ്മളിൽ ഭിന്നിപ്പുണ്ടാകരുത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പൊന്നു സഹോദരങ്ങളെ, നേതാക്കന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ? എന്താ പറഞ്ഞത്? ഫിർഖത്തുണ്ടാക്കരുത് എന്നാണോ, ഉണ്ടാക്കണമെന്നാണോ പറഞ്ഞത്? അല്ല, മറിച്ച് ഈ ദുർബലമായ ഹദീസിന്റെ പേരിൽ നമ്മൾ ഒരിക്കലും ഭിന്നിക്കുവാൻ പാടില്ല. അത് നമ്മുടെ ശത്രുക്കളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ തൗഹീദി പ്രബോധന രംഗത്ത് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി മുന്നേറണമെന്ന് ആഹ്വാനവുമായി ഹുസൈൻ സലഫി പ്രസംഗിച്ചപ്പോൾ ആ മുജാഹിദ് സമൂഹം, ആ സദസ്സിലുള്ള മുഴുവൻ മുജാഹിദുകളും തക്ബീർ മുഴക്കിക്കൊണ്ട് അതെ എല്ലാ നിലക്കും അതിനെ അംഗീകരിച്ചു. പക്ഷെ അംഗീകരിക്കാത്തതാരായിരുന്നു? അംഗീകരിക്കാതെ ഹുസൈൻ സലഫിയെ കടിച്ചു കീറുവാൻ വേണ്ടി വന്നത് ആരാണ് വന്നത്? ആരാ? ഞങ്ങളാണോ? അപ്പോൾ നിങ്ങൾ ചോദിക്കേണ്ടത് ഈ ചോദ്യം ഇവിടെയല്ല ചോദിക്കേണ്ടത്, മറിച്ച് ഫോൺ ചെയ്തുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫിയോടാണ്, TP അബ്ദുള്ള കോയ മദനിയോടാണ് നേർക്ക് നേരെ ചോദിക്കേണ്ടത്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എല്ലാ മുജാഹിദ് പ്രവർത്തകന്മാരോടും പറയാനുള്ളത്, ഈ ആളുകളെയൊക്കെ കണ്ടാൽ കണ്ടിടത്ത് വെച്ചുകൊണ്ട് പിടിച്ചു നിർത്തി ചോദിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് മുജാഹിദുകളിൽ ഐക്യമുണ്ടാകുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് വെറുക്കുന്നു? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ഈ സംഘടനയെ പിളർത്തുവാൻ മാത്രം എന്താണ് നിങ്ങളുടെ ഇത്രമാത്രം മർക്കടമുഷ്ടി? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് കൃത്യമായി ചോദിക്കേണ്ടതുണ്ട്. ഇവിടെയല്ല സഹോദരൻ ചോദിക്കേണ്ടത്, മറിച്ച് അവരോടാണ് ചോദിക്കേണ്ടത്. ആപ്പീസ് റൂം അപ്പുറത്ത് തുറന്നിട്ടുണ്ട്, അവിടെ പോയി ചോദിക്കുക. അല്ലെങ്കിൽ ഫോൺ ചെയ്താൽ അവർ എടുക്കില്ല. വേറെ വിഷയം, ഫോൺ ചെയ്താൽ അവർ എടുക്കില്ല. അബ്ദുറഹ്മാൻ സലഫി എന്നെ തൊടില്ല. ഫോണ് പേടിയാ. ഫോണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അക്ഷരം കമാമിണ്ടില്ല. ഓക്കെ, നേർക്ക് നേരെ കണ്ടാൽ നിങ്ങൾ ചോദിച്ചോളി. അതാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാർ കേൾക്കുന്നുണ്ടോ? ഓക്കെ. ആ സഹോദരനോട് ഒരു കാര്യം കൂടെ ഉണർത്താനുണ്ട്. ഈ 2012 മുമ്പുള്ള ഇവരുടെ തന്നെ, ഇപ്പൊ ഇതിന് ഒരു മുക്കൂട്ട് മുന്നണി എന്നാണ് പൊതുവെ ആളുകൾ പറയുക, അവരുടെ തന്നെ പ്രസംഗങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് അവർ തന്നെ അവലോകനം ചെയ്യുന്നത് താങ്കളൊന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ കണ്ണും കാതും തുറന്ന് വെച്ചെങ്കിൽ മാത്രമേ സത്യം ഗ്രഹിക്കാൻ കഴിയുള്ളൂ. പല രൂപത്തിലുള്ള തരികിടകൾ എല്ലാ കാര്യങ്ങളിലും ഈ ക്ലിപ്പിംഗും മറ്റുമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ശ്രദ്ധിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ, ഈ 2012 മുമ്പ് ഈ 3 സംഘം വളരെ വ്യക്തമായി തന്നെ ഈ ഹദീസിനെ കുറിച്ച് നിരൂപണം നടത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഒരു കള്ള ഹദീസാണെങ്കിൽ പിന്നെ ഈ കള്ള ഹദീസിന് വേണ്ടി വെറുതെ സമയം കളയേണ്ടതുണ്ടോ? കള്ള ഹദീസ് എന്ന് ഒരിക്കലും പറഞ്ഞുകൂടാ. ദുർബലമായ ഹദീസിന് ദഈഫ് എന്ന് പറയും. എന്നാൽ കള്ള ഹദീസിന് പറയുക മൗദൂആയ ഹദീസ് എന്നാണ് പറയുക. ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ഹദീസിനെ ചൂണ്ടിയിട്ട് മൗദൂആയ ഹദീസ് എന്ന് പറഞ്ഞിട്ടില്ല. ഹദീസിനെ ചൂണ്ടിയിട്ട് മൗദൂആയ ഹദീസ് എന്ന് പറഞ്ഞിട്ടില്ല. മഹാനായ നസറുദ്ദീൻ അൽബാനി തന്റെ സിൽസിലത്തുൽ അഹാദീസ് ദഈഫയിൽ അതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ 655 നമ്പറായ ഹദീസ് കൊടുത്തിരിക്കുകയാണ്. അത് ദുർബല ഹദീസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും ആരും തന്നെ പറഞ്ഞിട്ടില്ല അത് മൗദൂആയ ഹദീസാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ മൗദൂആയ ഹദീസിനതിന്റെ പച്ച മലയാളമാണ് കള്ള ഹദീസ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ അബ്ദുറഹ്മാൻ സലഫി പേരെടുത്ത് പരാമർശിക്കുന്നതെന്ന് പലപ്പോഴും
ചിന്മ ഒന്ന് സമൂഹമധ്യ അത് അറിയിക്കുന്നതിന് വേണ്ടി ആ തിന്മയുടെ വക്താക്കളെ നമ്മളൊന്ന് പേരെടുത്ത് തന്നെ പറയേണ്ടതായി വരും. അപ്പോ മറ്റു പല ദുരുദ്ദേശപരമായി തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി കള്ള ഹദീസ് എന്ന് പറയുന്നുണ്ട്. ലോകത്ത് ആരും പറയാത്ത ഒരു പരാമർശമാണത്. റബ്ബിനെ ഭയപ്പെടാനാണ് അത്തരം ആളുകളോട് നമുക്ക് ഉണർത്താനുള്ളത്. അപ്പൊ അതുകൊണ്ട് സഹോദരൻ കണ്ണും കൽബും തുറന്നു വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സത്യം ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ സംഘടനയുടെ സർവ്വ സംവിധാനങ്ങളും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇന്ന് അവർ ഒരു വിഭാഗത്തെ മുശ്രിക്കാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുശ്രിക്കാക്കുക എന്നത് വളരെ എളുപ്പമുള്ള പണിയാണ്, പക്ഷേ റബ്ബിന്റെ കോടതിയിൽ അത് വലിയ ശിക്ഷയുള്ള കാര്യമാണ് എന്ന് നമ്മൾ അറിയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചാടിയതിനെ ക്ഷമിക്കണോട്ടെ. ഒരു ചോദ്യം, ഒരു സംശയമായിട്ട് എടുത്തതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സമ്മേളനത്തെ പറ്റിയിട്ട് നൗഷാദ് ഹസനി ഗ്ലോബലിൽ ചർച്ച നടത്തിയിരുന്നു. അതിൽ പറയുന്നുണ്ട് ഈ ഹദീസ് ലൈഫല്ല, ഇത് സനദുള്ളതാണ്, ഞങ്ങളുടെ തെളിവുണ്ട്, ഞങ്ങളുടെ സനദുണ്ട്, ആരെങ്കിലും വന്ന് തെളിയിച്ചു കൊടുക്കാമെന്നൊക്കെ വെല്ലുവിളി ഉണ്ടായിരുന്നു. എന്താ അതിൻ്റെ ഒരു രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഈ റൂമിൽ തന്നെ റഷീദ് കല്ലേരി എന്ന് പറയുന്ന ഒരു സഹോദരൻ ആ ഹദീസ് ഞങ്ങളെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഈ ഹദീസ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉസൂൽ ഹദീസ് പ്രകാരം ആ ഹദീസ് ലൈഫാണ്. ഇമാം അൽബാനി ഒരിക്കലും ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് സഹീഹ് ആക്കിയിട്ടില്ല. മാത്രമല്ല സക്കീർ അലാഹി എന്ന പണ്ഡിതൻ ഒരിക്കലും ആ ഹദീസ് അമൽ ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ 3 മണിക്കൂറോളം നടത്തുന്ന ഒരു സംവാദം തന്നെ ഞങ്ങൾ നടത്തിയിരുന്നു. അതുകൊണ്ട് സാധാരണ പറയാനുള്ളത്, ഒരിക്കലും നൗഷാദ് ഹസനി അല്ല, ഏത് ഹസനി വന്നാലും അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഉസൂൽ അനുസരിച്ചിട്ട് ആ ഹദീസ് സഹീഹ് ആണെന്ന് അവർക്ക് തെളിയിക്കാൻ സാധ്യമല്ല. ഒരൊറ്റ പണ്ഡിതനുമായി പറഞ്ഞിട്ടില്ല. ആകെ കൂടി അവർക്ക് ഉദ്ധരിക്കാൻ കഴിയുന്നത് എന്താണ്? ഇമാം ഹൈസമി അദ്ദേഹത്തെ മജ്മൂഉ സവായിൽ എന്താണ് റിജാലു റിജാൽ സിഖാത്ത് എന്ന് പറഞ്ഞിട്ട്, റിജാലു റിജാൽ സിഖാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അതുപോലെ ഹദീസ് സഹീഹ് ആകണം എന്നുള്ള എല്ലാ ഷർത്തുകളും ഒത്തു എന്ന് ഹസൻ എഴുതിയെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വിവരക്കേട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഹൈസമി അദ്ദേഹത്തെ മജ്മൂഉ സവായിൽ അല്ലെങ്കിൽ ഏതെങ്കിലും റിജാലു റിജാൽ സിഖാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹദീസിന്റെ എല്ലാ നിബന്ധനകളും ഒത്തു എന്നാണെങ്കിൽ അങ്ങനെ ഒന്നില്ല. അത് വളരെ വ്യക്തമായി തന്നെ ഇമാം അൽബാനി അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ലൈഫയിൽ ആ കാര്യം തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് ആ ഹദീസിന്റെ അതിൽ ഉസാമ ദുസൈദ് എന്ന ലൈസി എന്ന അദ്ദേഹത്തിനെ പറ്റിയിട്ട്, അഥവാ അദ്ദേഹത്തെ ഹിഫ്ളിൽ ദുർബലനാണെന്നുള്ളതും മാത്രമല്ല ഇതിന്റെ മൗഖൂഫായ റിപ്പോർട്ട് ഇതിനെതിരാന്നുള്ള നിലക്ക് ഈ ഹദീസ് എന്റെ അടുത്ത്, അഥവാ ഈ ഹദീസ് ഹദീസ് ഇന്ത്യ എന്താണ് മഅലൂൽ മുഹാലഫ, വളരെ വ്യക്തമായി തന്നെ ഹദീസ് മഅലൂലാണെന്നും അതുപോലെ എന്റെ അടുക്കൽ അത് എതിരാണെന്നുള്ളതും ഇമാം അൽബാനി തന്നെ അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ ലൈഫിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പണ്ഡിതനും അത് പറഞ്ഞിട്ടില്ല. ആ ഹദീസ് സഹീഹ് ആണെന്ന് പറഞ്ഞിട്ടില്ല. ചിലർ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അമൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന്റെ സിഹത്ത് വളരെ വ്യക്തമായി തന്നെ ബോധ്യപ്പെട്ട നിലയ്ക്ക് ഒരിക്കലും അതിന്റെ ലോസ് ബോധ്യപ്പെട്ട നിലയ്ക്ക് അതിനനുസരിച്ച് അമൽ ചെയ്യാൻ ഒരിക്കലും പാടില്ല എന്നതാണ് സോദരൻ പറയാനുള്ളത്. അത് ഹസനിക്കും വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, തെളിയിക്കാം. ഉസാമ ലൈസി എന്നുള്ള റിപ്പോർട്ടർ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ലബത്ത് ദുർബലൻ തന്നെയാണ്. അത് വളരെ വ്യക്തമായി തന്നെ എന്ത് ചെയ്യാം, നമുക്ക് തെളിയിക്കാം. ഇൻഷാ അല്ലാഹ്. മൈക്ക് ലിസ്റ്റ് ചെയ്യാം. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരൻ, നമ്മുടെ ചർച്ച വിഷയത്തിലേക്കട്ടെ. പിന്നെ എനിക്കൊരു ചോദ്യമുണ്ട്. അതായത് നമ്മുടെ മൗലൂദിനെ കുറിച്ച് ഞാൻ എൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ ഖുറാഫി സുഹൃത്തെന്ന് പറയുന്നതാണ്, അദ്ദേഹത്തിനോട് ഹിജ്റ 300 ശേഷം വന്നതാണത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ തെളിവ് സാധാരണ രീതിയിൽ നമ്മൾ പറയാറില്ല. തഴവ മുഹമ്മദ് മൗലവിയുടെ അദ്ദേഹം എഴുതിയ ഇതാണ്. അപ്പൊ അതല്ലാതെ എന്തെങ്കിലും പ്രാമാണികമായ തെളിവുണ്ടോ എന്ന് അയാളിങ്ങനെ ചോദിച്ചായിരുന്നു. അപ്പൊ ആ തഴവ മുഹമ്മദ് മൗലവിയുടെ ആ ഒരു പദ്യശകലം അല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പൊ അത് ഏതെങ്കിലും ഉസ്താദർക്ക് അറിയാമെങ്കിൽ അതൊന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഇനി അവർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കാനാണ്. മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ,
എൻ്റെ നെറ്റ് സ്ലോ ആണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? അബദ്ധത്തിൽ എങ്ങനെയോ എനിക്ക് മൈക്ക് കിട്ടിപ്പോയതാണ്. കാരണം ഞാൻ നേരത്തെയൊക്കെ 2 തവണ ശ്രമിച്ചിട്ട് മൈക്ക് കിട്ടിയില്ല. ശരി, സഹോദരൻ ചോദിച്ചത് മൗലിദ് ഉണ്ടായത് ഹിജ്റ 300 ശേഷമാണെന്ന് തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവിയുടെ അൽ മവാഹിബുൽ ജലിയ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അതല്ലാതെ മറ്റു വല്ല തെളിവുകളും ഉണ്ടോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്, വളരെ സ്വീകാര്യമായ നിലയിലുള്ള ഒരു തെളിവാണ് സഹോദരൻ ഉദ്ധരിച്ചത്. യഥാർത്ഥത്തിൽ ഹിജ്റ 300 മുമ്പ് ഈ സംവിധാനം ഉണ്ട് എന്നതിന് തെളിവ് തരേണ്ടത് ഈ മൗലിദ് ആചരിക്കുന്ന ആളുകളാണ്. സഹോദരൻ പറഞ്ഞ ന്യായം വളരെ ശരിയാണ്. തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി അദ്ദേഹത്തിന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. മാത്രമല്ല യമനിലെ ഹെർബൽ ചക്രവർത്തി മലിക്കുൽ മുളഫർ, ആ ചക്രവർത്തിയാണ് ഇതാദ്യമായി നടപ്പിൽ വരുത്തിയെന്നും ഇബ്നു ദഹ്യ എന്ന മുസ്ലിയാരാണ് ഇത് എഴുതി കൊടുത്തതെന്നും അതിനുവേണ്ടി കൈമടക്കും പൊന്നും കിഴിയും ഒക്കെ കൊടുത്തതായിട്ട് അൽ മവാഹിബുൽ ജലിയയിൽ തന്നെ മൗലിദിനെ പറ്റി പറയുന്ന ഭാഗത്ത് മുഹമ്മദ് കുഞ്ഞി മൗലവി പറയുന്നുണ്ട്. അപ്പോൾ സഹോദരൻ മനസ്സിലാക്കേണ്ടത്, ഈ മൗലിദ് ഒരു സുന്നി ആചാരമായി കൊണ്ട് നടക്കുന്നവരാണ് നമുക്ക് തെളിവ് തരേണ്ടത് ഹിജ്റ 300 മുമ്പ് ഇതുണ്ട് എന്നതിന്. മനസ്സിലല്ലേ? ഞങ്ങളും അതുപോലെ തന്നെ ഈ റൂമിലുള്ള പണ്ഡിതന്മാരായ നമ്മുടെ സുഹൃത്തുക്കളുമെല്ലാം ഇത് ഹിജ്റ 300 മുമ്പ് ഇല്ലാത്തതാണ് എന്ന് വാദിക്കുന്നവരാണ്. അപ്പോൾ ഉള്ളതാണ് എന്നാരെങ്കിലും വാദിച്ചാൽ അവരാണ് ഇതിന് തെളിവ് കൊണ്ട് തരേണ്ടത് എന്ന് സഹോദരൻ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇല്ലാത്ത ഒരു സാധനത്തിന് തെളിവ് തരാൻ തൽക്കാലം നമ്മുടെ കൈവശം ഇല്ല. ഇത് കാരണം ഹിജ്റ 300 ശേഷം വന്നതാണ്. രാജാക്കന്മാരും ചില പ്രത്യേക പുരോഹിതന്മാരും ഉദരപൂജകരായ ചില സമൂഹമാണ് ഇത് നടപ്പിൽ വരുത്തിയത്. മാത്രമല്ല കൊട്ടാര പണ്ഡിതന്മാരും കിഴിയുടെ പ്രഭുക്കന്മാരെയും പ്രമാണിമാരെയും സ്വാധീനിച്ച് കിഴി വാങ്ങുന്ന ചില പ്രത്യേക ആളുകളായിരുന്നു ഇതിന്റെ പിന്നിൽ എന്നതെല്ലാം ചരിത്രത്തിൽ വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. അത് സഹോദരൻ മനസ്സിലാക്കുക. ഇൻഷാ അല്ലാഹ് തുടർന്ന് വിശദമായ ചർച്ചകൾ വരുമ്പോൾ ആവശ്യമുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിരവധി സഹോദരന്മാരിവിടെ കൈയുയർത്തി നിൽപ്പുണ്ടല്ലോ. അത് തന്നെ നമ്മുടെ കണ്ട മൗലിദ് കഴിക്കൽ നമ്മുടെ വസല്ലം അതിവിടെ ചെയ്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി കിട്ടിക്കഴിഞ്ഞു. അതിലെ ആ ചോദ്യകർത്താവിന്റെ ചോദ്യത്തിൽ ഹിജ്റ 300 ശേഷമാണ് എന്നതിന് വേറെ വല്ല തെളിവും ഉണ്ടോ എന്ന ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചതുകൊണ്ട് ആ അൽ കിതാബ് അദ്ദേഹം വായിച്ചു. തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹിജ്റ 300 ശേഷം വന്നതാണ്. അത് അലബി 1-ാം വാള്യമിൽ നോക്കേണ്ടതാണ്. അപ്പോൾ അതിന് തെളിവ് പിടിക്കുന്ന ആളുകൾ, ഈ തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരെ അംഗീകരിക്കുന്ന ആളുകൾ ഏത് കിതാബിലാണ് നോക്കേണ്ടത് എന്നും കിതാബ് നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയാത്ത മുസ്ലിയാക്കന്മാരോട് അത് അലബി 1-ാം വാള്യം തന്നെ നോക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രാമാണികമായി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്ലാമിക ചരിത്രം രേഖപ്പെടുത്തിയെടുത്ത് അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ വന്നതും കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ബിദായ വൻ നിഹായയിൽ ഇത് ഇബ്നു ദിഹിയ എന്ന് പറയുന്നതിന്റെ സംസാരം കേട്ട് ആശയക്കുഴപ്പമുണ്ടായി, നല്ലതാണെന്ന് തോന്നി. മുളഫർ രാജാവ്, ഇർബൽ ഭരിച്ചിരുന്ന മുളഫർ രാജാവാണ് ആദ്യം തുടക്കം കുറിച്ചത് എന്നും അദ്ദേഹം സദ്യ ഒരുക്കി ഇയാൾ മൗലിദ് ഉണ്ടാക്കി, മൗലിദുൽ ബഷീർ നദീർ എന്ന് പറയുന്ന ലോകത്ത് ആദ്യമായി ഉണ്ടാക്കിയ ആ മൗലിദ് അതാണ് എന്നും പിന്നീട് ഓരോ വർഷത്തിലും അതിങ്ങനെ ആവർത്തിച്ചു വന്നു. അങ്ങനെയാണ് ലോകത്തിലേക്ക് ഈ ബിദഅത്ത് പന്തലിച്ചിട്ടുള്ളത്. അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഹിജ്റ 300 വരെ ഉണ്ട് എന്നതിന് നേരത്തെ പറഞ്ഞതുപോലെ അവർ തെളിവ് കൊണ്ടുവരേണ്ടതുണ്ട്. ഇസ്ലാമിലുള്ള ഒരു സംഗതിയാണെങ്കിൽ ഇല്ല എന്നതിന് തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ പറഞ്ഞതോടൊപ്പം തന്നെ അൽ ബിദായ വൻ നിഹായയിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ആ കാര്യം അത്തരം സംശയങ്ങളുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഉപകരിക്കും എന്നുള്ള നിലക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ട് ഉസ്താദുമാരും പറഞ്ഞ മറുപടി ഒരു പ്ലസ് ചേർത്തിട്ട് പറയുകയാണ്. ഇബ്നു അബ്ദുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി സുന്നത്ത് രേഖപ്പെടുത്തുന്നതിനെയാണ്.
الأصل العمل مولد البدع لم تنقل عن أحد من السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحابه أجمعين أما بعد. എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകുമെന്ന് കരുതുന്നു. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റഡിക്കാം. ഓക്കെ, അൽഹംദുലില്ലാഹ്. നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാന്യ പണ്ഡിതന്മാരായ സുലൈമാൻ അദീവിയും അതുപോലെ തന്നെ നമ്മുടെ യാസിർ പകര സഹോദരൻ യാസിർ പകരയുമെല്ലാം മൗലിദുമായി വിശദീകരിച്ച കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ പ്രവാചക നബി കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബ കിറാമോ താബിഈങ്ങളോ ചെയ്തിട്ടുണ്ടോ എന്നതാണ് അടിസ്ഥാനപരമായി അവർ വിശദീകരിച്ചത്. അതില്ല എന്നുണ്ടെങ്കിൽ അതിനുശേഷം പിന്നെ അത് തന്നെയാണ് വലിയ പ്രമാണം, ഹിജറ 300 ശേഷം വന്നതാണ് എന്നുള്ളതിന്. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ശാഫികൾ അംഗീകരിക്കുന്ന പണ്ഡിതൻ അഥവാ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ അദ്ദേഹത്തിന്റെ പരാമർശത്തെ അൽ-ഹാവിയിൽ ഫത്താവയിൽ വിശദീകരിച്ചത് കാണാം. അതിങ്ങനെയാണ്: അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തൻ, മൗലിദ് ആഘോഷത്തിന്റെ അടിസ്ഥാനം ബിദ്അത്താണ്. ലം തുൻകൽ അൻ അഹദിൻ മിനസ് സലഫി സാലിഹി മിനൽ ഖുറൂനി സലാസ, അഥവാ 3 നൂറ്റാണ്ടുകളിൽ നിന്നൊരാളിൽ നിന്ന് പോലും അത് നിവേദനം ചെയ്തതായി വന്നിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അപ്പൊ അവിടെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് മിനൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ട്. അപ്പോൾ തന്നെ നമുക്കറിയാലോ എന്താണ് അത് ഹിജറ 300 ശേഷം തന്നെയാണ് വന്നത് എന്നറിയാം. അതാണ് സുയൂത്തിയുടെ ആ രചനയിൽ കാണാൻ സാധിക്കുന്ന ആ പരാമർശത്തെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന അൽ-ഹാവിയിൽ ഫത്താവയിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല മൗലൂദിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന സുയൂത്തി തന്നെ മാലിക് മദ്ഹബിലെ ഫാക്കിഹാനിൽ നിന്ന് ഉദ്ധരിക്കുന്നതും കാണാം. എന്താണ് ലാ അഅലമു ഹാദൽ മൗലിദി അസ്ലൻ ഫി, അതെ കാണാൻ സാധിക്കും. എന്താണ് അൽ-ഹാവിൽ ഫത്താവയിൽ തന്നെ ലാ അഅലമു ഹാദൽ മൗലിദി അസ്ലൻ ഫി കിതാബിൻ വലാ സുന്നത്തിൻ ينقل عمله عن أحد من علماء الأمة الذين هم القدوة في الدين المتمسكون بآثار المتقدمين بل هو بدعة أحدثها البطالون وشهوة نفس എന്നൊക്കെ തുടങ്ങുന്ന പരാമർശങ്ങൾ നേരത്തെ ഇവിടെ നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ സുലൈമാൻ നദ്വി പരാമർശിച്ച ആ കാര്യത്തിന്റെ അറബി ആ രചിതമാണ് ഞാൻ ഇവിടെ കേൾപ്പിച്ചത്. എന്താണ് അതിൽ പറയുന്നത്? പരിശുദ്ധ ഖുർആനിലോ നബിയുടെ സുന്നത്തിലോ ഈ മൗലിദ് ആഘോഷത്തിന് ഒരു അടിസ്ഥാനം ഉള്ളതായി എനിക്കറിയില്ല. മതകാര്യങ്ങളിൽ മാതൃകാ യോഗ്യരായ പൂർവികരെ പിന്തുടരുന്ന ആരും തന്നെ ഇത് പ്രവർത്തിച്ചതായി ഉദ്ധരിക്കപ്പെടുന്നുമില്ല. അപ്പോൾ അടിസ്ഥാനരഹിതമായ പലതും കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ചില ആളുകളുടെ നിർമ്മിതവും ഏതോ തീച്ചക്കൊതിയന്മാരുടെ അവരിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് എന്നാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് എന്നതും അൽ-ഹാവിയിൽ ഫത്താവയിൽ ആ പരാമർശവും കാണാം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് അവരിൽ നിന്ന് തന്നെയുള്ള ഉദ്ധരണികളും. പിന്നെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പ്രമാണം ഇവിടെ നേരത്തെ നമ്മുടെ യൂസഫ് നദ്വി ഉദ്ധരിച്ചതും അതുപോലെ തന്നെ നമ്മുടെ യാസിർ പകരയും പറഞ്ഞതാണ് ഏറ്റവും വലിയ പ്രമാണം. ഇതൊക്കെ അതിനോടനുബന്ധമായി പറയാ എന്നതാണ് ഉള്ളൂ. ഏതായാലും സഹോദരൻ കാര്യങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചോദ്യം ചോദിക്കാനുള്ളവർ മാത്രം കൈ പൊക്കുക, അല്ലാത്തവരൊക്കെ കൈ താഴ്ത്തുക. ഉസ്താദുമാര് നമ്മുടെ യാസിർ പകര ഇവിടെ ഉണ്ട്, യാസിർ മദനി പകര നാട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ
മക്കയിലെ ജാലിയാത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ആ ശബ്ദം ശ്രവിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് യൂസഫ് സാഹിബ് യൂസഫ് നദ്വിയാണ്, സുലൈമാൻ നദ്വിയാണ്. നമ്മുടെ മക്കയിലെ ദായി സുലൈമാൻ നദ്വിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാഹു ആലം. ശബ്ദത്തിന്റെ ആ ഒരു എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവരൊക്കെ മൈക്കിന്റെ മുന്നിലേക്ക് വരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ അബ്ദുൽ സുബ്ഹാൻ സ്വലാഹി നാട്ടിൽ നിന്നാണ്, അവരും മൈക്കിലേക്ക് വരട്ടെ, മുന്നിലേക്ക് വരട്ടെ എന്നാണ് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ അബ്ദുള്ള ഉസ്താദ് ഉണ്ട്. ബാക്കി ചോദ്യകർത്താക്കളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം കൈവക്കുക, ഇല്ലെങ്കിൽ കൈ താഴ്ത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ സക്കരിയ സലാഹി നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഈ ചർച്ചക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. ചോദ്യങ്ങൾ കൃത്യമായി, ഇവിടെ ഒരു വിഷയമുണ്ട്, ആ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടായിരിക്കണം ചോദിക്കേണ്ടത് എന്നുകൂടി പറയുകയാണ്. നേരത്തെ ഇവിടെ ഒന്ന് രണ്ടാളുകൾ ചോദിക്കാൻ വേണ്ടി പ്രത്യേകം പെർമിഷനൊക്കെ ചോദിച്ചിരുന്നു. അവർക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. മൈക്കിലേക്ക് വരാം. നമ്മുടെ സഹോദരങ്ങൾ മറ്റുള്ളവർക്ക് ചോദിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. മൈക്കിലേക്ക് വരാം. ചോദ്യങ്ങൾ കൃത്യമായിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ നേരത്തെ ചോദിച്ചിരുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ക്രിസ്മസിനും ഓണത്തിനൊക്കെ ആശംസ പറയുന്നത് ശിർക്കാണ് എന്ന് അറിയാം. അതേപോലെ അതിന്റെ ഈ ന്യൂ ഇയറിന്റെ അതിനെക്കുറിച്ചുള്ള വിധി എന്താണെന്ന് ഒന്ന് അറിഞ്ഞേക്കൊള്ളാം. അപ്പൊ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത് അതിൽ ഇതേപോലത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ന്യൂ ഇയറിന് മുമ്പത്തെ ദിവസം ചോദിക്കാന്ന് പറയുന്നത് നമ്മൾ ചർച്ച ഒന്നും എന്നിട്ടില്ല, നമ്മളെ പരിപാടിക്ക് ലൈവൊക്കെ ആയതുകൊണ്ടാണ്. അതുകൂടി ഒരു വ്യക്തമായ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹാബത്തി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, ബൈലക്സിലെ ശ്രോതാക്കളെ, വേറെ ഒരു സംസാരത്തില് ഇടപെട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. അത് സംശയ നിവാരണവും മറ്റൊക്കെ ആയിട്ട് നീണ്ടുപോയി. അതുകൊണ്ടാണ് വരാൻ സാധിക്കാത്തത്. ഇസ്തിഗാസ എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ് നടക്കുന്നത് എന്നറിയാം. വിഷയത്തിൽ അധിഷ്ഠിതമായ ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കേണ്ടത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ന്യൂ ഇയർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ന്യൂ ഇയർ എന്ന് പറയുന്നത് ദുൽഹജ്ജ് മാറി മുഹറം വരലാണ്. പക്ഷെ അന്നും റസൂൽ എന്തെങ്കിലും വർഷം മാറുമ്പോൾ ഒരാഘോഷം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽ എലിവിന്റെ പേരിൽ ഉണ്ടാക്കുന്ന ഒരു വർഷമാണ് ഇപ്പോ ആഘോഷിക്കുന്നത്. അതൊരിക്കലും തന്നെ നമ്മളതില് യാതൊരു ആശംസ അർപ്പിക്കാനോ അതിനോട് എന്തെങ്കിലും ഒരനുഭവം പുലർത്താനോ യാതൊരു തെളിവും ഇസ്ലാമിലില്ല എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ഇത് റിലീസാക്കി മൈക്ക് റിലീസാക്കി എങ്ങനെ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു ചെറിയൊരു ഇവിടെ അദ്ദേഹം ചോദിച്ചതില് പിന്നെ ഇങ്ങനെ ആശംസ നേരൽ ശിർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് ഉസ്താദ് കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. എന്തായാലും ശിർക്കല്ല എന്നാണ് പറയാനുള്ളത്. കാരണം ഇപ്പൊ ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ശിർക്കല്ലാത്തൊരു കാര്യം ശിർക്കാൻ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഓണത്തിന്റെയും പിന്നെ ക്രിസ്മസിന്റെയും ഒക്കെ ആശംസ നേരൽ അത് ശിർക്കാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ശിർക്കല്ല എന്നാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചിലപ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കേ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കേൾക്കുന്നുണ്ടോ?
എനിക്ക് ചോദിക്കാനുള്ളത്, സമസ്തക്കാർ സാധാരണ ഇസ്തിഗാസക്ക് തെളിവായിട്ട് അവര് സൂറത്തുൽ മാഇദയിലെ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു എന്ന ആയത്ത് ഓതാറുണ്ട്. ഇതുപോലെ പല ആയത്തുകൾ അവർ ഓതാറുണ്ട്. ഈ ആയത്തിന് പൂർവികരായ ഏതെങ്കിലും മുഫസ്സിരീങ്ങൾ, വ്യാഖ്യാതാക്കൾ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചവരെ അടയാളന്മാരാക്കി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് സമസ്തക്കാരുടെ ഭാഗം അവരായിട്ട് പറഞ്ഞ വ്യാഖ്യാനാണോ? പൂർവികർ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതാണ് എന്റെ സംശയം. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഈ ചോദ്യം നമ്മുടെ ഉമർ ഫൈസി അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം മറുപടി പറയട്ടെ. ഉമർ ഫൈസി ഒന്ന് മൈക്കിലേക്ക് വരിക, അദ്ദേഹം ഒന്ന് മറുപടി പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, അവിടെ ഉമർ ഫൈസി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ അബൂസ് എന്ന് പറയുന്ന ID കാണുന്നില്ല, ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചു. ഉസ്താദ് തന്നെ മറുപടി പറയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്വലാത്ത വയുതൂന സകാത്ത വഹും റാഖൂൻ എന്ന സൂറത്ത് മാഇദയിൽ 55-ാമത്തെ ആയത്ത്. ഇതിന്റെ തഫ്സീറില് മുൻഗാമികൾ ആരും തന്നെ റസൂലിനെയും മരിച്ചുപോയ മുഅ്മിനീങ്ങളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇത് തെളിവാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. അത് പിൽക്കാലത്ത് ചില ആളുകൾ ഉണ്ടാക്കിയ ഒരു ദുർവ്യാഖ്യാനം മാത്രമാണ്. ഇവിടെ അതിന് തൊട്ടു മുമ്പുള്ള ആയത്ത്, യഹൂദി നസാറാക്കളെ നിങ്ങൾ അവരോട് മൈത്രി ബന്ധം, അണഞ്ഞ മൈത്രി ബന്ധം സ്ഥാപിക്കരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് യഥാർത്ഥ മൈത്രി ബന്ധം സ്ഥാപിക്കേണ്ടത് ആരോടാണ് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്ന വിഷയം തന്നെ. അതോടൊപ്പം നിങ്ങൾക്ക് സഹായിയായി എന്നർത്ഥത്തിൽ അത് പറഞ്ഞാലും അവിടെ ഈ പറഞ്ഞ അർത്ഥം അതിലില്ല. അവരോട് സഹായം തേടുക, മരിച്ചുപോയ അമ്പിയാക്കളോട് സഹായം തേടുക എന്ന അർത്ഥം യഥാർത്ഥത്തിൽ അതില്ല. മുകളിലുള്ള ആയത്തും താഴെയുള്ള ആയത്തും തമ്മിൽ ആ നിലക്കുള്ള ബന്ധമാണ് അതുള്ളത്. കയ്യിൽ ഇപ്പൊ അതിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും കയ്യില്ലാത്തത് കൊണ്ട് അത് ഉദ്ധരിച്ച് പറയാൻ ഇനിയിപ്പോ സാധ്യമല്ല. ഉമർ ഫൈസിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അത് സംഗതികൾ കയ്യിലുള്ള സമയത്ത്, ഞാൻ യാത്രയിലാകുന്ന അങ്ങനത്തെ സംഗതികൾക്ക് കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അത് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് വിശദീകരിച്ചു കൊടുക്കുക. മൈക്ക് റിലീസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ നേരത്തെ ചോദിച്ച സഹോദരന്റെ ചോദ്യം അദ്ദേഹത്തിന് തന്നെ വളരെ വ്യക്തമായിട്ട് ആ വിഷയത്തിൽ എന്താണ് പരിശുദ്ധ ഖുർആനിന്റെ ആ വചനത്തിന്റെ ഉദ്ദേശം എന്നത് നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ സക്കരിയ സലാഹിയുടെ വിശദീകരണത്തിലൂടെ തന്നെ മനസ്സിലായി കാണും. മറ്റൊരു വിശദീകരണം ആവശ്യം കാണുന്നില്ല എന്ന് തോന്നുന്നു. ഏതായാലും മറ്റുള്ള ചോദ്യകർത്താക്കൾ എത്രയും പെട്ടെന്ന് വിഷയാധിഷ്ഠിതമായി ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? എനിക്ക് ചോദിക്കാനുള്ളത് സക്കരിയ സലാഹി ഉസ്താദിനോടാണ്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് 2 പ്രാവശ്യം മറുപടി അദ്ദേഹം പറഞ്ഞിരുന്നു, നസറുൽ ഇസ്ലാം പറഞ്ഞിരുന്നു. പക്ഷെ കൃത്യമായിട്ട് എന്റെ ചോദ്യം മനസ്സിലാകാത്തതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, അതിന്റെ പൂർണ്ണമായ ഉത്തരം കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ യാ ഇബാദല്ലാഹ് എന്നുള്ള ഹദീസ്, ദുർബലമായ ഹദീസിന് ന്യായീകരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൽ പ്രാർത്ഥന ഇല്ല, ശിർക്കില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി, അതായത് സുലൈമാൻ നബിന്റെ മോജിസാത്ത് അല്ലെങ്കിൽ
ഹാജറാബീവിന്റെ ആ പ്രത്യേക സംഭവം അത് എടുത്തുദ്ധരിക്കാൻ നമുക്ക് പാടുണ്ടോ? മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ശിർക്കിൽ പോയി, അതായത് പിന്നെ ഹാജറാബി ആ ശബ്ദം കേട്ട് ദിക്കിലേക്ക് തിരിഞ്ഞ് സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് ശിർക്കായിട്ടില്ല, ഇനി അത് പ്രത്യേകം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് മൈക്കിലേക്ക് വരും. അദ്ദേഹത്തിന്റെ ഗുണകാംശ നിർഭരമായ ചോദ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഉസ്താദ് അവിടെ ഉണ്ടെങ്കിൽ മൈക്കിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും വിഷയാധിഷ്ഠിതമായിട്ട് തന്നെ ചോദ്യം ചോദിക്കാൻ പരിശ്രമിക്കാമെന്നും കൂടി ആവശ്യപ്പെടാണ്. നമ്മുടെ വിഷയം ഒന്നും കൂടി ശ്രദ്ധിക്കുക. അവിടെ ടോപ്പിക് കൊടുത്തിട്ടുണ്ട്, ഷിർക്കിലേക്ക് നയിക്കുന്ന സമസ്ത എന്നാണ് വിഷയം. അതിലേക്ക് അത് ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും. നമ്മുടെ സഹോദരൻ ഇവിടെ ചോദിച്ചിട്ടുള്ളത് യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ യാ ഇബാദല്ലാഹ് അഗീസുനി എന്ന് പറയുന്ന ആ ഹദീസിൽ പറഞ്ഞ വിളിയിൽ ഷിർക്കില്ല എന്നതിന് തെളിവായിട്ട് ഹാജറ ബീവി സംഭവവും അതുപോലെ തന്നെ സുലൈമാൻ നബിയുടെ സംഭവം നമുക്ക് തെളിവുദ്ധരിക്കാമോ എന്നാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ആ ഹദീസിൽ ഷിർക്കില്ല എന്നതിന് ഇത് രണ്ടുമല്ല യഥാർത്ഥത്തിൽ തെളിവായിട്ട് നമ്മൾ പറയുന്നത്. ആ ഹദീസ് തന്നെ, അതിലുള്ള വിളി തന്നെയാണ് അതിനുള്ള തെളിവ്. അതായിട്ട് കണക്റ്റഡായി വരുന്ന വേറെ ചില കാര്യങ്ങൾക്കാണ് ജിന്നിനോട് മനുഷ്യന് സംസാരിക്കാൻ പാടുണ്ടോ, ജിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെടാൻ പാടുണ്ടോ, ശബ്ദം കേട്ടു ആളെ കാണില്ല, അങ്ങനെ ഒരു സഹായം ചോദിച്ചാൽ അത് ശിർക്കാകുമോ എന്നൊക്കെ ഇതിനാണ് സുലൈമാൻ നബി സംഭവം അതുപോലെ ഹാജറ സംഭവം തെളിവാക്കി പറയാറുള്ളത്. യാ ഇബാദല്ലാഹി അഈസൂനി അല്ലെങ്കിൽ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞ ഹദീസില് അവിടെ അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഒരു തെളിവില്ല. ഗായിബീങ്ങളെ അല്ലെങ്കിൽ മയ്യിത്തുകളെ വിളിച്ചു തേടാൻ അതിൽ തെളിവില്ല. അവിടെ ഹാലിറായ ജീവനുള്ളവരോടാണ് ചോദിക്കുന്നത്. അത് സാധാരണ ചോദ്യമാണ്, കാരണം അവരെ കഴിവിൽപ്പെട്ട കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഹദീസ് സഹീഹാണ്, അതുകൊണ്ട് അമൽ ചെയ്യാം എന്ന് മനസ്സിലാക്കിയ ആളുകൾ ഏതർത്ഥത്തിലാണ് അവിടെ ഇബാദല്ലാഹ് എന്ന് പ്രയോഗിച്ച് ആ വിളിയിൽ ഉദ്ദേശിച്ചത്? അതാണ് നമ്മുടെ ചർച്ചയുടെ മർമ്മം. ആ ഹദീസിലുള്ളത് ഒന്ന് ലൈസ ബിഹ അനീസുൻ, വ്യത്യസ്ത റിവായത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം അവിടെ മനുഷ്യരാരുമില്ല. അതുകൊണ്ടാണ് നമ്മൾ വിജനപ്രദേശം എന്ന് പറയുന്നത്. മനുഷ്യരാരുമില്ല. പിന്നെ അവിടെ ആരാ ഉള്ളത് ഹദീസ് മനസ്സിലാകും. ഫൈനലില്ലാഹി ഫിൽ അർളി ഹാലിറൻ, ആ പ്രദേശത്ത് അള്ളാഹ്ക്ക് വേണ്ടി ഹാലിറായ ചിലരുണ്ട്. അതിൽ തന്നെ ഇബാദൻ ലാ നറഹും, നാം കാണാത്ത അള്ളാഹുവിന്റെ അടിമകൾ. ഹദീസിന്റെ വിവിധ റിവായത്തുകൾ ചേർത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പൊ മനുഷ്യരാരുമില്ല, ഹാലിറായാലും നമ്മൾ കാണാത്ത അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹു വേണ്ടി ആ പ്രദേശത്ത് ഹാജറായ പ്രസന്റായ അടിമകൾ. അതാരാണ്? ഹാലിറായാലും നമ്മൾ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത മലക്കുകൾ അല്ലെങ്കിൽ ജിന്നുകൾ. അപ്പൊ അവിടെ ഉണ്ട് റസൂൽ പറയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ടല്ലോ, എന്റെ ഈ ഒച്ച കേൾക്കുന്നവിടെ എവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അയാൾ വിളിക്കുന്നതാണ്. അതുകൊണ്ട് അതിൽ പ്രാർത്ഥനയില്ല, സാധാരണ വിളി മാത്രമേ ഉള്ളൂ. അപ്പൊ യാ ഇബാദല്ലാഹ്, അള്ളാന്റെ അടിമകളെ എന്നത് അള്ളാനെ വിളിക്കാനല്ല, അള്ളാന്റെ അടിമകളെയല്ല വിളിക്കണേ. അപ്പൊ ആ വിളി പ്രാർത്ഥനയാണെങ്കിൽ അള്ളല്ലാത്തോട് പ്രാർത്ഥിക്കാം എന്നതിന് തെളിവാണ്. പക്ഷെ അതിൽ പ്രാർത്ഥനയില്ല. ഹാളിറായ ഒരു വ്യക്തി ഹാളിറായ മറ്റൊരു സൃഷ്ടിയെ വിളിക്കുന്നതേ ഉള്ളൂ. പിന്നെ ചോദിക്കപ്പെടുന്ന വിഷയമോ അത് അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യമാണോ? അതുമല്ല, അവർക്ക് പ്രകൃതിയാവുള്ള കഴിവുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിൽ ശിർക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അതിനു വേണ്ടിയിട്ട് സുലൈമാൻ നബിയുടെ സംഭവമോ ഹാജറ സംഭവം ഒന്നും കൊണ്ടുവരേണ്ടതില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട വേറെ ചില സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ആളുകൾ ഉന്നയിക്കുന്നതാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മൈക്ക് റിലീസ്.